ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഡ്രില്ലിങ് കാര്യങ്ങളൊക്കെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ടവൽ റോഡ് വരുന്നുണ്ട്, സോപ്പ് ഡിഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഹോസറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന സമയത്ത് ഡ്രില്ല് ചെയ്ത് ചില സമയങ്ങളിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ അകത്തിട്ടിരിക്കുന്ന, അതായത് കൺസീൽഡ് ചെയ്ത് പോയിരിക്കുന്ന പൈപ്പിലാണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് കയറാറ്. അത് നമ്മളല്ലെങ്കിൽ കൂടിയും വേറെ ആളുടെ ചെയ്തിരിക്കുന്ന പ്ലംബിംഗ് ആണെങ്കിൽ കൂടിയും നമ്മൾ ജസ്റ്റ് മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കറക്റ്റായിട്ട് ഡ്രില്ല് കറക്റ്റായിട്ട് ഈ പൈപ്പിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം, അതെങ്ങനെ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും പിന്നീട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കുന്നതിന്, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ റിസ്ക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമുക്കൊരു പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യാമെന്നും ഒരു ബാത്റൂമിന് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ലെവലാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുക. ലെവലിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കി അറിയാൻ പറ്റും, ഇത് താഴ്ത്തിയിട്ടിരിക്കുന്ന ബാത്റൂമാണ്. അതായത് ഒരേ ലെവലിൽ ബാത്റൂമും ബെഡ്റൂമും ഒരേ ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ബാത്റൂമിൽ വയ്ക്കുന്ന ട്രാപ്പ് എത്ര ഹൈറ്റ് വരുമെന്നും അതിൽ നിന്ന് ഫിനിഷിങ് എത്ര വരുമെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. കോമൺലി ആയിട്ട് വന്നിരിക്കുന്നത് ട്രാപ്പ് ഹൈറ്റും അതുപോലെ തന്നെ നമ്മൾ ട്രാപ്പിൻ്റെ ഹൈറ്റ് തന്നെ ഏകദേശം ഒരു 6 ഇഞ്ച് ഹൈറ്റ് വരുമെന്നാണ് സാധാരണ നോർമൽ ലെവലിൽ വരുന്നത്. അപ്പോൾ 6 ഇഞ്ച് ലെവലും അതിൽ നിന്നും ചെറുതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ കനം കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഒരു 7 ഇഞ്ച്, ഒരു 7.5 ഇഞ്ച് മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് നിങ്ങൾ കൂട്ടിക്കുക. എല്ലാം കൂടി കൂട്ടിയാൽ 7 ഇഞ്ച്, 7.5 ഇഞ്ച് മാക്സിമം വരുന്നുണ്ട്. അതാണ് ആദ്യമേ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഒരു 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിൽ നിന്നും ഒരു അടി 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു വര കറക്റ്റായിട്ട് വരയ്ക്കണം. ഇതാണ് നമ്മുടെ പൈപ്പ് പോകുന്ന കറക്റ്റ് മെഷർമെൻറ്റ്. അതായത് ഇതാണ് കോമൺലി, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ലെവലിൽ നിന്ന് ഫിനിഷിംഗ് ലെവലാണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന 7.5 ഇഞ്ച്. അതിൽ നിന്ന് ഒരടി ഹൈറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഇനി അതിൽ നിന്നാണ് ഓരോ ലെവലുകളും മാർക്ക് ചെയ്യുന്നത്, ഓരോ ലെവലുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരടി ലെവൽ വരുന്നു. അതിൽ നിന്നും നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആദ്യമേ തന്നെ നോക്കാം. വാഷ് ബേസിൻ്റെ ലെവൽ വരുന്നത് മിനിമം ഏറ്റവും ഫിനിഷിംഗ് ലെവലിൽ നിന്ന് നമുക്ക് 2 അടിയെങ്കിലും ഹൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയ, നമ്മുടെ കുളിക്കുന്ന ഏരിയ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. കുളിക്കുന്ന ഏരിയയ്ക്ക് മിനിമം വരുന്നത് 100 സെൻറ്റിമീറ്ററാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്കൊരു 90 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ 100 സെൻറ്റിമീറ്റർ കൊടുത്തു. 100 സെൻറ്റിമീറ്റർ നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തു. ഒരു 90 സെൻറ്റിമീറ്റർ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. 90 സെൻറ്റിമീറ്റർ അടുത്ത ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. പിന്നെ ബാക്കി വരുന്നത് ഏകദേശം ഒരു 2 അടി എന്ന് വെച്ചാൽ ഒരു 60 സെൻറ്റിമീറ്ററോളം നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. കണ്ടോ, ഒരു 60 സെൻറ്റിമീറ്റർ. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ വാഷ് ബേസിൻ വയ്ക്കുന്നത്. ഇത് 60 സെൻറ്റിമീറ്റർ വാഷ് ബേസിൻ വെച്ചു. അതിൻ്റെ ബേസ്, അതായത് വാഷ് ബേസിൻ്റെ വേസ്റ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബേസ്മെൻറ്റ് ഒരടി നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും നോക്കി അറിയാൻ പറ്റും നിങ്ങൾ കണ്ടോ. അതായത് നമ്മുടെ ഈ പറഞ്ഞ ലെവലിൽ നിന്നും 2 അടിയാണ് ഹൈറ്റ്. അതായത് 24 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് പൈപ്പ് വെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 2 ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മുടെ വാട്ടർ ലൈൻ കണക്ട് ചെയ്ത് മുകളിലേക്ക് വെച്ചിരിക്കുന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും 2 അടി ഹൈറ്റിൽ നമ്മൾ വേസ്റ്റ് ലൈൻ. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 90 സെൻറ്റിമീറ്ററാണ് ക്ലോസറ്റിൻ്റെ ഏരിയ. അപ്പോൾ 45 സെൻറ്റിമീറ്റർ നമ്മളൊരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു. അതാണ് സെൻറ്റർ വരുന്നത്, ക്ലോസറ്റിൻ്റെ സെൻറ്റർ. അതിൽ നിന്നും 10 ഇഞ്ച് ഇപ്പുറത്തേക്ക് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷം 10 ഇഞ്ച് ഏകദേശം അപ്പുറത്തേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഇപ്പുറത്തേക്കും 10 ഇഞ്ച് മാറ്റിയിട്ടതിന് ശേഷം ഹെൽത്ത് ഹോസറ്റും അതുപോലെ തന്നെ ക്ലോസറ്റിലേക്ക് കയറുന്ന ഓപ്ഷൻസ്, അതായത് വെള്ളത്തിനുള്ള കയറാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ആ ചെറുതായിട്ട് ഒരു 5 ഇഞ്ച് ഹൈറ്റിൽ, അതായത് നമ്മുടെ ലെവലിൽ നിന്ന് 5 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ വെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കുളിക്കുന്ന ഏരിയ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഷവർ വാൽവാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാപ്പിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ നമ്മൾ മാറ്റി. ആ ടാപ്പിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 30 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ടാപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ഇഞ്ച് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് നേരെ ഒരു ടീട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു ഷവറിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നു. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഷവറിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ 100, അതായത് സെൻറ്റിമീറ്ററും ഇഞ്ചും കൂടി കണക്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് വരുന്നുണ്ടാവുമായിരിക്കും. എന്നിരുന്നാൽ തന്നെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ടാപ്പിൻ്റെ ഹൈറ്റ് 30 ഇഞ്ച് കൊടുത്തു. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഷവർ വാൽവ് വരുന്നുണ്ട്. ഷവർ വാൽവ് നമുക്ക് സെൻറ്റിമീറ്ററിലാണ് 120 സെൻറ്റിമീറ്റർ. അത് നിങ്ങൾ ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. 120 സെൻറ്റിമീറ്ററിൽ നമ്മൾ കൊടുത്തു. പിന്നെ 7 അടിക്കാണ് നമ്മൾ ഷവർ വരുന്നത്. 7 അടിക്കാണ് ഷവർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ 7 അടി ഹൈറ്റിലെങ്കിലും നമ്മൾ ഷവർ ഡൂം കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന റെയിൻ ഷവർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് തന്നെ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ തൊട്ടിപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിന് നേരെ നമ്മുടെ ഹീറ്ററിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡ് പച്ചവെള്ളം കൊടുത്തു, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 7 അടി ഹൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കൊണ്ടുവയ്ക്കാം
വയ്ക്കാം. ഇവിടെയാണ് നമ്മൾ ഹീറ്റർ വയ്ക്കുന്നത്. ഹീറ്ററിൻ്റെ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സോളാറിൽ നിന്നാണ് ഇന്ന് കൊടുക്കുന്നത്. സോളാറിൽ നിന്ന് വരുന്ന ഔട്ട് നേരെ വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ടാണ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ കുളിക്കുന്ന ഏരിയയിലാണ് ട്രാപ്പ് കാര്യങ്ങൾ വെക്കുന്നത്. കുളിക്കുന്ന ഏരിയയിലായിരിക്കണം ട്രാപ്പ് കാര്യങ്ങൾ വെക്കേണ്ടത്. കാരണം തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് കുളിക്കുന്ന ഏരിയയിലാണ് ട്രാപ്പ് എപ്പോഴും കൊടുക്കേണ്ടത്, വെള്ളം പോകുന്ന ട്രാപ്പ്. അതല്ലെങ്കിൽ എണ്ണ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു സൈഡിലേക്ക് എവിടെയാണോ ട്രാപ്പ് വെച്ചിട്ട് അവിടേക്ക് പോകാനും ഡ്രൈ ആയിട്ടല്ലാതെ നമ്മളല്ലാത്ത രീതിയിൽ ബാത്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ എപ്പോഴും ട്രാപ്പ് വെക്കേണ്ടത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആദ്യം തന്നെ ഒരു ബാത്റൂം ഏറ്റവും നല്ലത് ഒരേ ലെയറിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ സൗകര്യം നമുക്ക് ഫീൽ ചെയ്യും. ആദ്യം കയറി വരുമ്പോൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ, പിന്നെ സെൻട്രൽ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേയറ്റത്ത് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരേ ലെയറിൽ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ബാത്റൂമുകൾ എപ്പോഴും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നല്ല ലെങ്ത്ത് ഫീൽ ചെയ്യും. ഒന്നിനും ഒന്ന് തടസ്സമല്ലാത്ത രീതിയിൽ, അതായത് വാഷ് ചെയ്യുന്ന ഏരിയയിലാണെങ്കിൽ ഒന്നിനും ഒന്ന് തടസ്സമല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെറിയൊരു ബാത്റൂം ആണെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ മിനിമം വരുന്നത് ഒരു 8 അടിയാണ് വരുന്നത്. അതായത് 240 സെൻറ്റിമീറ്റർ നീളവും ഒരു 120 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ബാത്റൂമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇഞ്ചും രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ അതിനെ ഞാൻ ഏതെങ്കിലും ഒന്നായിട്ട് സെൻറ്റിമീറ്ററിലേക്കാണെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക്, അല്ലെങ്കിൽ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.